അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഒരു കാര്യമാണ് അസ്വലാത്തു ലി അവ്വലി വക്തിഹാ, നിസ്കാരം അതിൻ്റെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു അവിടത്തേക്ക് ഒരു ദിവസം ഒരു കാലിൽ ഒരു അമ്പ് തറയ്ക്കുകയുണ്ടായി. സ്വഹാബാക്കൾ 18 പണിയും എടുത്തിട്ടും ആ അമ്പ് എടുക്കുവാൻ നോക്കി. വേദന കൊണ്ട് എടുക്കുവാൻ അലി റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത്, സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എടുത്തുകൊള്ളുവാൻ. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നിസ്കരിക്കുന്നതായ സമയത്ത് സഹാബാക്കൾ ആ അമ്പ് വലിച്ചൂരുകയുണ്ടായി. അങ്ങനെ ആ സമയത്ത് അമ്പ് വലിച്ചൂരിയപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ആ അമ്പ് ഊരിയതുപോലും അറിഞ്ഞിരുന്നില്ല. അതായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ. അതേസമയം നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ നമ്മളുടെ എന്തെങ്കിലും മറന്നുപോയാൽ അത് നിസ്കാരത്തിലാണ് പലരും അത് ഓർത്തെടുക്കുന്നത്. താക്കോല് മറന്നുപോയാൽ അത് നിസ്കാരത്തിൻ്റെ സമയത്താണ് അത് ഓർത്തു വെക്കുന്നതെന്ന് നാം മനസ്സിലാക്കും. അത് നിസ്കാരത്തിൻ്റെ സമയത്താണ് പിന്നീടത് മനസ്സിലാവും. അതുകൊണ്ട് നാം നിസ്കാര കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുക. എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നിസ്കാരം നിർബന്ധമാണ്. നിന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്നുകൊണ്ടും നിസ്കരിക്കാൻ കഴിയാത്തവൻ അവൻ്റെ കണ്ണുകൊണ്ടും ആംഗ്യം കൊണ്ടും എങ്കിലും നിസ്കരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിഗമനം. അല്ലാഹു തആല നമ്മളെല്ലാം നിസ്കാരങ്ങളെ നിലനിർത്തുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.